ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഒരു കാറ് ഓടിക്കുന്ന ടൈമിൽ ലൈസൻസ് എടുത്ത ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാരെ സംബന്ധിച്ച് എപ്പോഴും ഡ്രൈവിങ്ങിലെ ഉള്ള ഒരു മെയിനായിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഗിയറുമായിട്ട് ബന്ധപ്പെട്ട്. ഗിയർ ഇടുമ്പോൾ സ്മൂത്തായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പല ആൾക്കാർക്കും ധാരണയില്ല. അതുപോലെ തന്നെ ഗിയർ ഇടുന്ന സമയത്ത് വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ ഗിയർ ഇടുമ്പോൾ ഗിയർ തെറ്റിപ്പോകും, ഗിയർ മാറിപ്പോകും. അതുപോലെ തന്നെ നമ്മൾ ഓടിച്ചു പോകുന്നതിനിടയിൽ ഓരോ റോഡ് കാണുമ്പോൾ ഏത് ഗിയർ കൊടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ഏതാണ് കൊടുക്കേണ്ടത്, വന്ന ഗിയർ മറന്നു പോകുന്നൊരു സാഹചര്യം വരും. ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഒന്ന് പരിഹരിക്കാനായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് തെറ്റുകൾ ഒഴിവാക്കി സ്മൂത്തായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് എങ്ങനെ നമുക്കത് പഠിച്ചെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത്. അതുകൊണ്ട് തുടക്കക്കാരായ നിങ്ങളിത് ശ്രദ്ധിച്ച് കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. കുറച്ച് ട്രിക്കുകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഞാൻ എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ കാല് ബ്രേക്കിലേക്കും ക്ലച്ചിലേക്കും വരുന്നു, വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു, നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ചില ആൾക്കാർ ചെയ്യുന്നതാണ്, ഇപ്പം വണ്ടിയുടെ ഗിയർ ന്യൂട്രൽ പൊസിഷനിലാണ് കിടക്കുന്നത്, ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മേളിലേക്ക് ഇടും, ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നതാണ്. എന്നിട്ട് ഒരു സംശയം വരും, ഫസ്റ്റ് ഗിയർ വീണോ എന്നുള്ളൊരു സംശയം വരും. അപ്പോൾ എന്ത് ചെയ്യും, തുടക്കക്കാർ വീണ്ടും ന്യൂട്രാകും, എന്നിട്ട് വീണ്ടും ചേർത്തിട്ട് വീണ്ടും ഇടുമ്പോൾ വീണ്ടും തോന്നും ഗിയർ വീണോ എന്നുള്ളൊരു സംശയമാണ് വരുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇടത്തൈ സൈഡിൽ ചേർന്ന് കിടക്കുന്ന ഒരു ഗിയറാണ് ഈ ഫസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം, കൈ ഒന്നെങ്കിൽ ഇങ്ങനെ ചെരിച്ച് പിടിക്കുക. ഇനി അതും അങ്ങനെ വേണ്ട, നിങ്ങൾ നോർമൽ കണ്ടീഷനിൽ പിടിച്ചോ, പക്ഷേങ്കിൽ നിങ്ങൾ ലിവർ ഇടത്തൈ സൈഡിലേക്ക് പരമാവധി ചേർക്കാനായിട്ട് ശ്രമിക്കണം. ന്യൂട്രൽ പൊസിഷനിൽ ഇടത്തൈ സൈഡിലേക്ക് ഇങ്ങനെ ചേർത്തിട്ട് മേളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് ഗിയർ കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താനായിട്ട് കഴിയും. ഓക്കെ, ഇനി നമ്മൾ വാഹനം എടുക്കുകയാണ്. നിങ്ങൾ നോക്കിയേ, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ ഇവിടെ വാഹനം മെല്ലെ മുന്നോട്ടേ എടുത്തു. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ ഇവിടെ വണ്ടി എടുത്തു. ഇനി ഞാൻ സെക്കൻഡ് ഗിയർ കൊടുക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് ഗിയർ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തെറ്റാതിരിക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്, വണ്ടി എടുത്താൽ നമ്മൾ ഗിയർ ഇടാനായിട്ടുള്ള ലേറ്റൻസി വരേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കൊടുക്കാനായിട്ട് ഇതുപോലെ കുറേ ദൂരം വന്നിട്ട് ഇടേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. വണ്ടി എടുത്താൽ ഉടൻ സെക്കൻഡ് കൊടുക്കാം. അപ്പോൾ സെക്കൻഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ സെക്കൻഡ് ഗിയറും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ചേർന്ന് താഴെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇടത്തൈ സൈഡിലേക്ക്, ഗിയറിൻ്റെ ഇടത്തൈ സൈഡിലേക്ക് നല്ല രീതിയിലുള്ള പ്രഷർ കൊടുത്ത് കൈ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെക്കുന്നു, വണ്ടിക്ക് ഇത്തിരി മൂവ്മെൻറ്റ്സ് നൽകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആദ്യം ന്യൂട്രൽ പൊസിഷനിലേക്കാണ് ഞാൻ വരുന്നത്, എന്നിട്ട് താഴോട്ട് വലിച്ചിടുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു, ക്ലച്ച് അയച്ചു. മനസ്സിലായോ? അപ്പം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഓടി തുടങ്ങുന്നതിനിടയിൽ പല ആൾക്കാർക്ക് ഗിയർ തെറ്റിപ്പോകും, ചിലപ്പോൾ ന്യൂട്രൽ വന്ന് കിടക്കും. അപ്പം നിങ്ങൾക്ക് അവിടെ ആ ന്യൂട്രൽ വന്ന് കിടക്കുന്നതോ അല്ലെങ്കിൽ ഗിയർ തെറ്റുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത്, നിങ്ങൾ ഇടയ്ക്ക് കിടക്കുന്ന ന്യൂട്രൽ പൊസിഷനെ ഡ്രൈവിങ്ങിനിടയിൽ മറന്നുപോകും. അപ്പോൾ സെക്കൻഡിലേക്ക് ഇട്ടു എന്ന് കരുതിയായിരിക്കും നിങ്ങൾ വരുന്നത്, പക്ഷേങ്കിൽ വീഴുന്നത് ന്യൂട്രലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, ഓരോ ഗിയറിനും ഇടയിൽ കിടക്കുന്ന ന്യൂട്രൽ എന്ന് പറയുന്ന പൊസിഷനെക്കുറിച്ച് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മനസ്സിലൊന്ന് ഓർത്തിട്ടിട്ട് ഓരോ ഗിയർ ഇടുമ്പോൾ ന്യൂട്രൽ വന്ന് അടുത്ത ഗിയറിലേക്ക് പോകണമെന്ന് ചിന്തിച്ചിട്ടിടുക. അപ്പോൾ നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കിയ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വന്നു. ഇനി നമുക്ക് തേർഡ് കൊടുക്കാൻ പറ്റുന്ന ഒരു റോഡെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ബിഗിനേഴ്സ് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ചെറിയ വളവിലും തിരിവുകളിലും ഒക്കെ നമുക്ക് തേർഡ് കൊടുക്കാം, പക്ഷേങ്കിൽ വലിയ വളവുകളിൽ നമുക്ക് പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചെറിയ വളവൊക്കെയാണ്, ഒരു നിരപ്പായിട്ടുള്ള റോഡാണ്, ചെറിയ കയറ്റങ്ങളൊക്കെ ഉള്ളതെങ്കിൽ നമുക്ക് തേർഡ് കൊടുക്കുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷേങ്കിൽ നല്ലൊരു വളവാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ഇതുപോലെ സെക്കൻഡ് ഗിയർ തന്നെയാണ് ഏറ്റവും സേഫ്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ നല്ലൊരു വളവും ഒരു കയറ്റമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും സേഫ് എന്ന് പറയുന്നത് സെക്കൻഡ് ഗിയർ തന്നെയാണ്. അപ്പം നമുക്ക് അത്യാവശ്യം റോഡ് സ്ട്രെയിറ്റ് ആയി. ഇനി ഇവിടെ സ്ട്രെയിറ്റ് റോഡുമാണ്, ഒരു വളവും വന്നു, ഇവിടെ നമുക്ക് തേർഡ് കൊടുക്കാം. അപ്പോൾ തേർഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചൊരു മൂവ്മെൻറ്റ്സ് ആക്സിലറേഷൻ കൊടുത്താക്കുക. എന്നിട്ട് തേർഡ് കൊടുക്കുന്ന സമയത്ത് തെറ്റാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ കൈ സ്മൂത്തായിട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കൈ ഇങ്ങനെ പിടിക്കണം. മനസ്സിലായി? ഇങ്ങനെ കൈ പിടിച്ചേക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു. ഫസ്റ്റ് ന്യൂട്രൽ പൊസിഷനിൽ വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം, നേരെ മേളിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തേർഡ് വീഴും. നേരെ മേളിലേക്ക് ഇട്ടപ്പോൾ തേർഡ് ഗിയറാണ് വീണത്. അപ്പം സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഇടാനായിട്ട് കൈ ഇങ്ങനെ പിടിക്കുക. ന്യൂട്രലിലാക്കുമ്പോൾ തന്നെ ഗിയർ ലിവർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇടത്തോട്ട്
ഇടത്തോട്ടും പോകത്തില്ല, വലത്തും പോകത്തില്ല. ഗിയർ ലിവർ കിടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നടുഭാഗത്തായിരിക്കും. അപ്പോൾ നടുഭാഗത്തുനിന്ന് നേരെ മേളിലേക്കൊന്ന് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ തേടിടാം. അതിന് നിങ്ങൾ ധൃതി പിടിക്കരുത്, പതിയെ ഇടാനായിട്ട് ശ്രമിക്കണം. ഇപ്പം ഞാനത് നിങ്ങളെ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ വണ്ടി ഒന്ന് സ്ലോ ചെയ്യുകയാണ്. ഇത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നു. റോഡ് സ്ട്രൈറ്റ് ആയി കഴിയുമ്പോൾ വണ്ടിക്ക് ഇത്തിരി മൂവ്മെൻറ്റ്സ് നൽകുന്നു. കൈ ഇങ്ങനെ പിടിച്ചു, എന്നിട്ട് നേരെ മേളിലേക്കൊന്ന് തട്ടി ന്യൂട്രലിലേക്ക് വന്നു. കണ്ടോ? എന്നിട്ട് ലിവർ നടുക്കാണ് നമ്മൾ ഉറപ്പ് വരുത്തി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ക്ലച്ച് ചവിട്ടി പിടിച്ചിട്ട് മേളിലേക്ക് അങ്ങോട്ടും. കണ്ടോ? അപ്പം നമുക്ക് തേർഡ് ഗിയർ കറക്റ്റായിട്ട് ഇടാം. എന്നിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് ഗിയറിൽ നമുക്ക് പോകും. മനസ്സിലായോ? അപ്പോൾ ധൃതി പിടിക്കാതെ ഇങ്ങനെ ഗിയർ ഇടുക. ഓക്കെ, ഇനി ഫോർത്ത് ഗിയർ ഇടാനായിട്ടുള്ള ട്രിക്ക് നിങ്ങളെ കാണിച്ചു തരാം. ഫോർത്ത് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൈ ഇങ്ങനെ തന്നെ പിടിക്കണം. മനസ്സിലായോ? എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആക്സിലറേഷൻ നമ്മൾ നല്ല സ്ട്രൈറ്റ് റോഡിലാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇറക്കം കൂടിയ റോഡാണ്, ഇവിടെ ഇടുന്നതിൽ തെറ്റില്ല. ഇതേ ഇങ്ങനെ പിടിക്കുന്നു, ജസ്റ്റ് ന്യൂട്രൽ. കണ്ടോ? ന്യൂട്രൽ ഞാൻ ആദ്യം ഓർത്തു, തൊട്ട് താഴോട്ടിട്ടു. നാലാമത്തെ ഗിയർ കറക്റ്റായിട്ട് വന്നു. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ ഗിയറിൽ നിന്ന് ഡൗൺ ചെയ്യണം മൂന്നാമത്തെ ഗിയറിലേക്ക്. ഇപ്പോൾ ഇവിടെ ഒരു ജംഗ്ഷൻ വരുവാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? കൈ ഇങ്ങനെ പിടിക്കുന്നു. കണ്ടോ? വീണ്ടും നേരെ ന്യൂട്രൽ, തൊട്ടുമേൽ തേർഡ് ഗിയർ. കണ്ടോ? അപ്പോൾ ഇവിടെയൊന്നും നമുക്ക് വാഹനത്തെ ഈ പറഞ്ഞ പോലെ ഗിയർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ഇടേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. ജസ്റ്റ് നേരെ മുകളിലാണ് തേർഡ് കിടക്കുന്നത്, തൊട്ട് നേരെ താഴെയായിട്ടാണ് ഫോർത്തും കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ന്യൂട്രൽ പൊസിഷനിൽ ഗിയർ ലിവർ നടുക്ക് വന്നു കഴിഞ്ഞാൽ ഗിയർ ഇടാനായിട്ട് കഴിയും. ഇപ്പോൾ ഫോർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ വന്നു, ഇതേ താഴോട്ടിട്ടു, നാലാമത്തെ ഗിയർ കറക്റ്റായിട്ട് വീണിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓരോ ഗിയറും ഇടാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കിയാൽ നാലാമത്തെ ഗിയർ പോകണം. ഇനി ഫോർത്തിൽ നിന്ന് തേർഡ് കൊടുക്കാനായിട്ട് കൈ പിടിക്കുന്നു, തേർഡ് കൊടുക്കുന്നു. കണ്ടോ? ഇനി സെക്കൻഡ് കൊടുക്കുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. തേർഡിൽ നിന്ന് സെക്കൻഡ് കൊടുക്കുമ്പോൾ സ്മൂത്ത് ആയിട്ട് ഇടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, സെക്കൻഡ് ഗിയർ ഈ സൈഡിലാണല്ലോ കിടക്കുന്നത്, ഇടത്തെ സൈഡിൽ താഴെയാണ് സെക്കൻഡ് കിടക്കുന്നത്, ഇടത്തെ സൈഡ് മേളിലാണ് ഫസ്റ്റ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൈ പിടിച്ച് കഴിഞ്ഞാൽ ഗിയർ ഇടാനായിട്ട് പാട് വരും. അപ്പോൾ കറക്റ്റ് നമുക്ക് ഇടത്തെ സൈഡിലേക്ക് ചേരാനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ കൈ നേരെ തിരിച്ചങ്ങ് പിടിക്കുക, ഇതിങ്ങനെ, എന്നിട്ട് ന്യൂട്രലിലേക്ക് ആക്കുക. കണ്ടോ? എന്നിട്ട് ഇടത്തോട്ട് ഇങ്ങനെ ചേർക്കുന്നു, താഴോട്ടിടുന്നു. കണ്ടോ? സെക്കൻഡ് ഗിയറിലേക്ക് വന്നു, തെറ്റത്തില്ല. ഇനി ഫസ്റ്റിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ പിടിച്ച് നേരെ മേളിലേക്ക് ഇട്ട് കറക്റ്റായിട്ട് വീഴുന്നത് ഫസ്റ്റ് ഗിയർ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഗിയർ ഇടാനായിട്ട് കഴിയും. ഇനി നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ്, നമുക്ക് ഓരോ റോഡിലും ഇടേണ്ട ഗിയറുകൾ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ വരുന്ന ഗിയർ ഏതാണെന്ന് മറന്നു പോയിട്ട് അടുത്ത ഗിയർ ഏത് കൊടുക്കണമെന്നുള്ളൊരു സംശയം വരും. അത് ഒത്തിരി പേർക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം നിങ്ങൾ നോക്കിയേ, നമ്മൾ ഓരോ ഗിയറിനെ കുറിച്ച് മനസ്സിലാക്കണം. ഈ സെക്കൻഡ് ഗിയർ എന്ന് പറയുന്നത് നല്ല പിടുത്തമുള്ള ഗിയർ. ഇപ്പോൾ വണ്ടി നല്ല പിടിച്ചാണ് പോകുന്നത്, ഒരു പരിധിക്കപ്പുറം സ്പീഡ് വാഹനത്തിന് കിട്ടത്തില്ല. എന്നാൽ ഞാനിവിടെ ക്ലച്ച് പിടിച്ച് തേർഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, വാഹനം കുറേ കൂടെ സ്മൂത്തായി. മനസ്സിലായി? ഇനി ഞാൻ ഫോർത്തും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് പറയുന്നത് വാഹനം നല്ല രീതിയിൽ സ്മൂത്ത് ആവും. അപ്പോൾ നിങ്ങൾ ഓരോ ഗിയറിനെ മനസ്സിലാക്കേണ്ടത്, ഒരു വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് വണ്ടി ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വണ്ടിക്ക് സ്പീഡ് കൂടുന്നുണ്ട്. വണ്ടി ഒരു വളരെ സ്മൂത്തായിട്ട് പോകുന്ന പോലെ നമുക്കൊരു ഫീലാണ്. അതായത് വളരെ സ്പീഡിൽ പോകുന്നു, സ്മൂത്തായിട്ട് പോകുന്ന ഒരു ഫീലാണെങ്കിൽ ഒന്നെങ്കിൽ അത് ഫോർത്ത് ഗിയറിലോ തേർഡ് ഗിയറിലോ ആണ് കിടക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും. ഇപ്പം നിങ്ങൾ നോക്കിയാൽ തേർഡിലാണ് എൻ്റെ വണ്ടി പോകുന്നത്, എനിക്കത് മനസ്സിലായി. സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു, വണ്ടി ഇവിടെ സ്ലോ ചെയ്യാനായിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഡൗൺ ചെയ്തു. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നിങ്ങൾ ഗിയറുകളെ വണ്ടിയുടെ ആ ഒരു മൂവ്മെൻറ്റ്സ് വെച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ഇപ്പം ഞാൻ അത് ഒന്നുകൂടെ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ വണ്ടി ഇവിടെ നിർത്തി, ഇപ്പോൾ ഫസ്റ്റ് കൊടുത്ത് ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾ നോക്കിയേ, നല്ല കട്ടിയാണ്, വാഹനം എടുക്കാനായിട്ട് പിടിച്ചാണ് വരുന്നത്. കണ്ടോ? ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാലും ഒരു പരിധിക്കപ്പുറം സ്പീഡ് കിട്ടത്തില്ല, വണ്ടി ഇങ്ങനെ പിടിച്ചു പോകും. എന്നാലും ഞാനിവിടെ സെക്കൻഡ് കൊടുത്തിട്ട് ക്ലച്ച് അയച്ചു, വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വണ്ടി സ്പീഡ് കൂടുവാണ്. അതായത് ആ ടയറിൻ്റെ പിടുത്തം മാറി ടയർ കുറേ കൂടെ റിലീസായി റൺ ചെയ്യാനായിട്ടുള്ള അവസ്ഥ വന്നു. ഇനി ഞാൻ വീണ്ടും തേർഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്മൂത്ത് ആകും. കണ്ടോ? സ്പീഡ് കൂടി. ഇനി വീണ്ടും ഞാൻ ഫോർത്ത് ഇട്ട് കഴിഞ്ഞാലോ കുറേ കൂടെ സ്മൂത്ത് ആകും. അപ്പം നമ്മൾ ഈ ഫോർത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുന്നത് ടയറിൻ്റെ പിടുത്തം കുറഞ്ഞ് വാഹനം സ്മൂത്ത് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോർത്തിൽ വരുമ്പോൾ ഒരു കയറ്റം കാണുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി തേർഡ് കൊടുക്കുക, തേർഡിലും കയറുന്നില്ലെങ്കിൽ സെക്കൻഡ് കൊടുക്കുക. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾ ഗിയറിനെ മനസ്സിലാക്കിയിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നവും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. വാഹനം പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഇടുക്കി കട്ടപ്പനയിലാണ് ഡ്രൈവിംഗ് സ്കൂള്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രാക്ടീസുകൾ നൽകുന്നതായിരിക്കും. അപ്പോൾ തരുന്ന എല്ലാവിധ സപ്പോർട്ടിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.